നെയ്യാറ്റിൻകരയിൽ യുവതിയെ ഭർത്താവ് കുത്തിക്കൊന്നു. വ്ളാത്തങ്കര സ്വദേശി അൽമയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് വിഷ്ണുനാഥ് പിടിയിലായി. കുടുംബ പ്രശ്നമാണെന്ന് പോലീസ് പറയുന്നു. MG പ്രതീഷ് സ്ഥലത്തുണ്ട്. പ്രതീഷ്, ഇപ്പോൾ ഭർത്താവ് കുറ്റം സമ്മതിച്ചു എന്നാണോ? എന്താണ് ഇപ്പോൾ അവിടെ അറിയാനാകുന്നത്? സ്മൃതി, തിരുവനന്തപുരം നെയ്യാറ്റിൻകര വ്ളാത്താങ്കരയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടാകുന്നത്. രാവിലെ 9 മണിയോടുകൂടിയാണ് വ്ളാത്താങ്കര സ്വദേശിയായ അൽമയെ ഭർത്താവ് വിഷ്ണുനാഥ് കൊലപ്പെടുത്തുന്നത്. 32 വയസ്സാണ് അൽമയ്ക്ക് പ്രായം. ഈ ഏതെങ്കിലും തരത്തിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ പരിശോധിക്കുന്നത്. ഈ പഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ വാർത്ത കേൾക്കുമ്പോൾ ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഈ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ ഈ രണ്ടുപേരും താമസമായിട്ട് കുറേ കാലമായി. പക്ഷേ അവരുടെ കുടുംബ വീട് അടുത്ത് തന്നെയാണ് വിഷ്ണുനാഥിൻ്റെ. പക്ഷേ ഇതുവരെയും ഇങ്ങനെ ഒരു അവസരം ഇവിടുന്ന് കേട്ടിട്ടില്ല. ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തയാണ്. എന്തായാലും നമ്മളുടെ വാർഡ് മെമ്പർ നിലയിൽ ഇന്ന് വരെ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എങ്ങനെയായിരുന്നു രാവിലെ അറിയുന്നത്? അറിയുന്നതെന്ന് വെച്ചാൽ രാവിലെ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നു എന്നാണ് വന്നപ്പോഴേക്കും അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഭർത്താവ് കൊലപ്പെടുത്തി എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഭർത്താവ് എന്നിട്ട് ഇത് പുറത്ത് പറയുകയായിരുന്നു. ഈ കൊലപ്പെടുത്തിയ ശേഷം ഈ പ്രതി സഹോദരനോട് പോയി പറയായിരുന്നു അവിടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്തു പറയുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരിട്ട് അറിവുള്ളതല്ല, അറിയാൻ കഴിഞ്ഞത്. അതിന് പ്രകാരം അവർ തന്നെയാണ് പോലീസ് വിവരം അറിയിക്കുകയും അവരാണ് അത് ബന്ധപ്പെട്ട് മറ്റു നടപടിക്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് മരണകാരണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ അറിയാൻ കഴിയൂ. എന്തായാലും നിലവിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് ഞങ്ങളുടെ അറിവില്ല. സ്മൃതി, അതാണ് മരണകാരണം സംബന്ധിച്ച് നാട്ടുകാർക്കോ പഞ്ചായത്ത് മെമ്പർക്കോ കൃത്യമായൊരു വ്യക്തതയില്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊലപാതകം നടന്ന വീടാണ്. ഈ വീട്ടിലാണ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ഈ നാടിനെ തന്നെ നടുക്കിയ കൊലപാതകം ഉണ്ടാകുന്നത്. ഈ പ്രതി വിഷ്ണുനാഥും ഭാര്യ അൽമയും ഈ വീട്ടിൽ ആണ് താമസം. ഇവർ രണ്ടുപേർ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. 9 മണിയോടുകൂടി ഇവിടെ എത്തുകയും വീടിൻ്റെ ഈ നടുവിലെ മുറിയിൽ വെച്ച് കൊലപാതകം നടത്തി എന്നതാണ് പോലീസ് പറയുന്നത്. ഈ മൃതദേഹം ഇപ്പോഴും ഈ വീട്ടിലാണ് ഉള്ളത്. ഫോറൻസിക് വിദഗ്ധരുടെയും ഒപ്പം വിരലടയാള വിദഗ്ധരുടെയും സേവനം തേടിയിട്ടുണ്ട്. അവർ എത്തിയതിനു ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുന്നത്. ഏതെങ്കിലും തരത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നിരിക്കുന്ന വീടിന് സമയത്താണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.